മൈൻഡ് ഏകദേശം ഒരേപോലെ എന്തായാലും ഒരു സംഭവം. അത് കൊച്ചുനാൾ തൊട്ടേ ഇതിപ്പോ ഇവന് പകരം ചേച്ചിയുടെ കൂടാണ് ഞാൻ കൊച്ചുനാൾ തൊട്ടേ വളർന്നെങ്കിലും ഞാൻ ചിന്തിക്കുന്ന എന്താന്ന് ഇവനും അറിയാം, ഇവൻ ചിന്തിക്കുന്ന എന്താന്ന് എനിക്കും അറിയാം. ചില സമയം ഒരുമിച്ചായിരിക്കും വായിക്കോട്ടെ വിടുന്നത്. അതെല്ലാരും അങ്ങനെ. അല്ലല്ല ഒരാള് വിടുന്ന. പിന്നെ ഇവന് പനി വന്ന എന്താണല്ലോ എനിക്ക് വരും. അത് എന്താന്ന് അറിയത്തില്ല. എനിക്ക് പനി വന്നാ ഇവനും വരും. അങ്ങനെ അടുത്ത് നിന്നില്ലേലും വരും. ദൂരെ ആണെങ്കിലും പനിയുന്ന. ഞാനൊന്ന് മൂത്രം ഒഴിക്കാൻ ഇറങ്ങി ഉടനെ ഇവനും പുറകിന് വരും. അതെന്താ അതിന്റെ ഒരു ഗുട്ടൻസ് എന്താ? അപ്പോഴായിരിക്കും ആലോചിക്കുന്നത് ശരിയാ മൂത്രം ഒഴിച്ചില്ലല്ലോ. അതുവരെ വെറുതെ വിട്ടേക്കുക. നിസ്സാരമായിട്ട് മൂത്രം ഒഴിക്കുന്ന അല്ല ഞാൻ പറഞ്ഞത്. ഇവൻ ജീവിതം അങ്ങനെ എന്തോ പറയാൻ വന്ന. ഇതിൽ ആരാ ഒരു 8 മിനിറ്റ് മുമ്പ് മൂത്തത് ആരാ? മൂത്തതാണ്. ഓക്കെ. അതിന്റെ വിലയില്ല. മൂത്തന്റെ വില എന്താ കൊടുക്കാത്ത? ശരി ചേട്ടാന്ന് ചേട്ടാ അങ്ങനെ വിളിക്കുന്നത് ഇഷ്ടമില്ല. ഈ ചേച്ചിമാരുടെ കുട്ടികൾ നിങ്ങൾ എന്താ അച്ചാച്ചന്മാരെന്നാണോ? എടാ പോടാ. രസം അതായിരിക്കൂലേ രസം. നിങ്ങൾ കൂടുതലും വിളിക്കുന്നത് അച്ചു അപ്പു. ദേശീയ കഴിഞ്ഞാൽ അങ്ങനെ വിളിക്കും. എന്തെങ്കിലും ആവശ്യം സാധിക്കാനുണ്ടെങ്കിൽ അമ്മാച്ചന്മാരെന്ന് വിളിക്കും. അമ്മാച്ചന്മാരെന്ന്. ഓക്കെ. എടാ ഈ വാടാന്ന് പറയാ അങ്ങനെ വിളിക്കും. അമ്മാച്ചന്മാര് മറ്റേ കോട്ടയം സൈഡിലല്ലേ? ഓക്കെ. ഈ ചേച്ചിമാരെന്ന് പറഞ്ഞാലും നിങ്ങളെക്കാളും കുറച്ചധികം ഏജ് ഡിഫറൻസ് ഉള്ളവരാണ്. ഇതാ ഒരുമിച്ചൊക്കെ പറഞ്ഞു. അതെ, നല്ല പ്രായമുണ്ട്. അതെ, അവരും കെട്ടി അവർക്കും കുട്ടികളുണ്ട്. അപ്പം ചേച്ചിമാരെ നിങ്ങൾ ഒരു അമ്മയ്ക്ക് തുല്യ ഒരു ചേച്ചി അമ്മ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ആയിരിക്കുമല്ലോ നിങ്ങളെ കുഞ്ഞുനാള് തൊട്ട് നിങ്ങളുടെ മേജർ ഡിസിഷനിൽ പപ്പയുടെ മമ്മിയുടെ ഒപ്പം തന്നെ ചേച്ചിമാരും പളിയന്മാരൊക്കെ ഉണ്ട്. അപ്പം ചേച്ചിമാരായിട്ടുള്ള ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് അല്ലെങ്കിൽ ആ ഒരു ഇന്റിമസി ഒക്കെ എങ്ങനെയാ? ചേച്ചിമാരിയായിട്ടായിരുന്നു ഞങ്ങൾ കൊച്ചിലെ തൊട്ട് കൂടുതൽ ഇതും അവരോടൊക്കെ ആയിരുന്നു പണ്ട് തൊട്ടേ ഞങ്ങള് കിടക്കുന്നത്. ഇവനായിരുന്നു കൂടുതൽ കൊഞ്ചേരി. രണ്ട് ചേച്ചിമാർക്ക് ഇവന് ഇച്ചിരിയേ ഉള്ളായിരുന്നു എന്നെക്കാളും. ചെവിയൊക്കെ ഇങ്ങനെ ഒട്ടി. നീ എങ്ങനെ അതെല്ലാം കണ്ട്? പറഞ്ഞു ഇവന്റെ ഒരു ക്വാളിറ്റി അല്ല, വൃത്തിയിട്ട ക്വാളിറ്റി ഇതാ. വേറെ ആരെങ്കിലും എന്തായാലും പറയും അത് ഇവൻ കണ്ടുപിടിച്ചാന്നുള്ള രീതിയിൽ ഇവൻ എല്ലായിടത്തും പറയും. ഇപ്പൊ കണ്ട പോലെ തന്നെ ഇവൻ കണ്ടിട്ടില്ല. പക്ഷെ അത് കഴിഞ്ഞ അത് വേറെ എല്ലാം പറഞ്ഞില്ല, കംപ്ലീറ്റ് ആകത്തില്ല. കണ്ട പോലെ പറയല അത്. പക്ഷെ അത് കേട്ടിരിക്കാനും പറ്റൂട്ടോ. ഞാനൊക്കെ കേട്ടിരുന്ന കണ്ടില്ലേ? അത് ബമ്പർ ചിരിന്ന് എന്തോ ഒരു ക്ലോക്കിന്റെ എന്തോ ഒരു ഇത് കിട്ടി, ഗിഫ്റ്റിന്റെ ഒരു ജുവലറിയുടെ എന്തോ ഒരു ഇതിന്റെ ആയിട്ടാ ഗിഫ്റ്റ് കിട്ടിയത്. അപ്പൊ ഏതോ ഒരാൾ പറഞ്ഞ ആ ക്ലോക്കില് ഗോൾഡിന്റെ ഇതാണ്, അത് ഈ പുറകെ എഴുതി വെച്ചിട്ടുണ്ട് 1500 രൂപന്ന്. ഇവന് ഇത് എല്ലായിടത്തും നടന്ന് പറയാ. അതെന്നാലും പുള്ളി പറഞ്ഞെന്നുള്ള രീതിയും പറയത്തില്ല. ഇവൻ എല്ലായിടത്തും നടന്ന് പറയാ ഇതുണ്ട്. ഒരു ഉറപ്പില്ലാതെ ഇവൻ പറയുന്നത്. എന്തെങ്കിലും പറയാനുണ്ട് ഇതിനെ പറ്റി? ഉള്ള കാര്യമായോണ്ടേ ഞാനൊരു തമാശക്ക് അവിടെ പറഞ്ഞു. ഇവനെല്ലാം അങ്ങ് സീരിയസ് ആയിട്ട് എടുക്കും. ഞാൻ പറയുന്നത് എന്താണേലും നേരെ അമ്മയുടെ അടുത്ത് പറയും. അമ്മ എന്നിട്ട് അത് വെച്ച് എന്നെ കളിയാക്കും. ഓക്കെ. നമ്മൾ പറഞ്ഞു തരുന്നത് ചേച്ചിമാരെ ഏറ്റവും കൂടുതൽ കൊഞ്ചിച്ചോണ്ടിരുന്ന കെവിനെ ആയിരുന്നു. 2 ചേച്ചിമാരും. അതെ. ചേച്ചിമാരുടെ സ്റ്റോറിയില് ഇവനെ പറ്റി പറഞ്ഞിട്ടില്ല. എന്നെ കൊഞ്ചിക്കൊക്കെ ചെയ്യും. ഇവൻ അടുത്ത് ചെല്ലാറില്ല. അങ്ങനല്ല, കൊച്ചില് പറയാറുണ്ട് ഓടാ കിട്ടിയതാന്ന്. ഓടെ കിട്ടിയേ നിങ്ങൾ ഐഡന്റിക്കൽ ട്വിൻസ് അല്ലേ? അയ്യോ, അപ്പൊ ഞാനും ഓടാണ്. നമുക്ക് ഇത് കഴിഞ്ഞിട്ടൊക്കെ ചോദിക്കാം നമുക്ക്. ഓക്കെ, കണ്ടിന്യൂ ചെയ്യട്ടെ. കൊച്ചിന് ഫ്ലോ കളയണ്ട. അതായത് ഇപ്പോഴും എന്തേലും വാങ്ങിക്കാനുണ്ടെ തന്നെ ഞങ്ങൾ ചേച്ചിമാരോടായിരിക്കും ചോദിക്കുന്നത് ഏത് വാങ്ങിക്കണം, ഏത് വേണം, ഇതിൽ ഏതാണ് വേണ്ടത്. ഇച്ചിരി കൂടെ അടുപ്പം ചേച്ചിമാരോടാ. ചേച്ചിമാര് ഭയങ്കര നിങ്ങൾക്ക് പറയുന്നതെല്ലാം ഇങ്ങനെ മേടിച്ചു തരുമോ ഇങ്ങനെ ഭയങ്കരമായിട്ട്? കാരണം 2 ചേച്ചിമാർക്ക് കിട്ടിയേക്കുന്ന 2 അനിയന്മാരാണല്ലോ. അപ്പൊ ഒരു ഫസ്റ്റ് ചൈൽഡ് പോലെ ആയിരിക്കുമല്ലോ അവർക്ക്. കല്യാണമൊക്കെ കഴിക്കുന്നതിന് മുന്നേ നിങ്ങളായിരിക്കുമല്ലോ അവരുടെ ഫസ്റ്റ് ചൈൽഡും കാര്യങ്ങളും. അപ്പൊ നിങ്ങൾ എന്ത് ചോദിച്ചാലും ആദ്യം ചേച്ചിമാര് സാധിച്ചു തരുമോ ആഗ്രഹങ്ങളൊക്കെ? കൂട്ടിന് നിൽക്കും ഞങ്ങളുടെ എല്ലാത്തിനും. ഞങ്ങൾ കൂടുതലും ആ സമയത്തൊക്കെ വെളിയിൽ പോകണം, കറങ്ങാൻ പോകണം എന്നൊക്കെ പറയാം. അപ്പൊ ഞങ്ങളെ കൂട്ടിക്കൊണ്ടവര് പോകും. കറങ്ങാനൊക്കെ ചേച്ചിമാരാണ് കൊണ്ടുപോകുന്നത്. ഇപ്പൊ ഒരു ചേച്ചി
മൂത്ത ചേച്ചി മൂത്ത ചേച്ചി ഇവിടെ പ്രായമുള്ള ചേച്ചി പ്രായമുള്ള ചേച്ചി ഇവിടെ ഉണ്ട്. ഓക്കെ. ഇളയ നല്ല പ്രായമുള്ള ചേച്ചി വേറെ സ്ഥലത്ത് യുകെയിലാ. നല്ല പ്രായമുള്ള യുകെയിലുള്ള ചേച്ചി എന്ന് വരും ഇനി നാട്ടില്? ഈയിടയ്ക്ക് ഒന്ന് വന്നായിരുന്നു. അത് കഴിഞ്ഞ് പോയി. ഹസ്ബൻഡും കൊച്ചും ഒക്കെ ആയിട്ട് വന്നായിരുന്നു. അവര് ഫാമിലി ആയിട്ട് UK സെറ്റിൽഡ് ആണ്. ഓക്കെ. അളിയന്മാരെങ്ങനെയുണ്ട്? അളിയന്മാരെങ്ങനെയുണ്ട്? ഞങ്ങളെക്കാളിലും അതായത് ഇപ്പൊ പിന്നെ അവര് തന്നെ എങ്ങനെയാ ഞങ്ങളെ അളിയന്മാരെന്ന് പറയുന്നത്. ബന്ധുക്കാരൊക്കെ വരുമ്പോ ഓരോരുത്തർ അവരുടെ വീട്ടിൽ പെണ്ണ് കാണാനൊക്കെ ചെല്ലുമ്പോ കാണിക്കല്ലോ ഇത് പെണ്ണ്. ഓരോരുത്തർ അവരുടെ വീട്ടിൽ പെണ്ണ് കാണുമ്പോ അങ്ങനെയല്ല അളിയൻ ചേച്ചിനെ കെട്ടി കഴിഞ്ഞല്ല, ഇനി അളിയൻ പെണ്ണ് കാണുന്നുണ്ടോ? അങ്ങനെയല്ല, പെണ്ണ് കാണാൻ വന്ന സമയത്ത് ഇങ്ങനെ എന്താ പരിചയപ്പെടുത്തുന്ന എന്താണ് സംഭവം ഉണ്ട്. ഇത് അമ്മായിയപ്പൻ ഇത് എനിക്ക് ഉറപ്പിച്ച സമയമുണ്ട്. ഞാൻ ഇപ്പൊ വെച്ച സാധനം അങ്ങനെ ഉണ്ട്. അപ്പൊ പിന്നെ ഇതാരെന്ന് ചോദിക്കുമ്പോ അളിയന്മാരെന്ന് പറയാൻ അവർക്ക് എന്തോ ഒരു അഭിമാനം. പിന്നെ അല്ലേ ഞാൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അത് നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? മറ്റേ ഹാഷിർ പറയുന്നത് എന്തൊക്കെ കൊച്ചു കേരളത്തിൽ നടക്കത്തോ? ഓക്കെ. അല്ല അളിയന്മാര് എങ്ങനെ എടാ പോടവരെ നിങ്ങൾ തോളത്തൊക്കെ ഇട്ട് എന്നെ ഉണ്ട് അങ്ങനെയൊക്കെയാണോ? അങ്ങനെയൊന്നുമില്ല. ദാറ്റ് മീൻസ് അങ്ങനെ ജോലിയായിട്ട് റെസ്പെക്റ്റും ഉണ്ട് എന്നാ എല്ലാം പറയാൻ പറ്റുന്ന ചേച്ചിമാരെ പോലെ തന്നെ എല്ലാം പറയാൻ പറ്റും. ഈ ചേച്ചിയും പപ്പയും അമ്മയും ഒന്നും അറിയാതെ നിങ്ങൾ രണ്ടുപേരും അളിയന്മാരും നടത്തിയ എന്തെങ്കിലും കുസൃതികളുണ്ടോ? അങ്ങനെ ചോദിച്ചാ അങ്ങനെ ഇല്ല. അങ്ങനെ കാര്യം ഇത്ര നേരം ഇരുന്നപ്പോ ഓർത്ത് എന്തെങ്കിലും ഞാനും പ്രതീക്ഷിച്ച എന്തെങ്കിലും ചേച്ചിമാരെ അങ്ങനെ നിങ്ങൾ അളിയൻ ഗ്യാങ്സ് അങ്ങനെ ഒന്നും ഒപ്പിച്ചിട്ടൊന്നുമില്ല. ഈ സീക്രട്ടുകളൊക്കെ ഈ മനസ്സിൽ ഇരിക്കാത്തത് ആർക്കാ നിങ്ങളെ രണ്ടുപേരുടെ ഇടയില്? വെളി പറയുന്നത് ആരാ? അത് ഇവൻ എന്തേലും ഒരു സംഭവം നടന്നു കഴിഞ്ഞ് ഇവന്റെ ഇടയില് എനിക്കറിയത്തില്ല, ഇവൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആരോടെങ്കിലും പറയണം. അത് അയാൾ കേട്ടില്ലേ പോലും അവന് പറഞ്ഞു തീർക്കണം. ഞാൻ പറയും ഇടയ്ക്ക് ഭിത്തി നോക്കി വല്ലതും പറയാം, ഞാൻ ശ്രദ്ധിക്കത്തില്ല, എന്നാലും അവനത് പറഞ്ഞോണ്ടേ ഇരിക്കണം, ഒരു സമാധാനം കിട്ടുക. ഓക്കെ. അതല്ല എന്തെങ്കിലും ഇപ്പം എബിൻ പറയാണ് എടാ ഇത് വീട്ടിൽ പറയല്ലോ നമുക്ക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അമ്മയോടോ പപ്പയോടോ ഒക്കെ പറഞ്ഞിട്ടുണ്ടോ? വീട്ടിൽ പറയാ ഇല്ല, അങ്ങനില്ല. ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഒളിപ്പിക്കാൻ അറിയത്തില്ല രഹസ്യം. അല്ല രഹസ്യങ്ങൾ അങ്ങനെ ഇല്ല. അതുകൊണ്ടാ ഇപ്പൊ നിങ്ങളിപ്പം പഠിക്കുന്ന ടൈം ആയാലും ഇനിയിപ്പം ഫ്യൂച്ചറിലായാലും ഇപ്പം നിങ്ങൾ ഡിഫറെന്റ് കോഴ്സസ് ആകുമ്പോഴായാലും നിങ്ങൾ ഒന്ന് സെപ്പറേറ്റ് ആവേണ്ട വരും. അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി ഭാഗമായിട്ട് അല്ലെങ്കിൽ ചിലവർക്ക് ഇനി നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ എബ്രോഡ് പോവുക അല്ലെങ്കിൽ ജോലിയുടെ ഭാഗമായിട്ട് നിങ്ങൾക്കൊന്ന് സ്പ്ലിറ്റ് ആകേണ്ട ചിലപ്പോൾ വരുമായിരിക്കും, വരാതിരിക്കട്ടെ. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഭയങ്കര സങ്കടമാവോ? എങ്ങനെ? സങ്കടമൊന്നുമില്ല. സങ്കടമായിട്ടല്ല, ഇപ്പൊ എപ്പോഴും ഞങ്ങള് തമ്മിലാ സംസാരം. ആരേലും ഇല്ലേ ആ ഒരു ചെറിയ ഒറ്റപ്പെടലേ ഉള്ളു, അല്ല സങ്കടമായിട്ടില്ല. അല്ല അവിടെ ചെന്ന് കഴിയുമ്പോ ആരേലും ഒക്കെ കൂട്ടിന് കാണുമല്ലോ സംസാരിക്കും. അതിപ്പോ ഇരുന്ന് പറയാം, എന്നാലും 2 ദിവസം കഴിയുമ്പോ എടാ നീ എവിടെയാ അങ്ങനെ വിളിക്കാറില്ല. അങ്ങനെ വിളിക്കാറില്ല, ഒരു മൂകത കാണും. അങ്ങനെ വിളിക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് ഇപ്പൊ വന്നിട്ടില്ല. ഇപ്പൊ നിങ്ങള് 24/7 നിങ്ങൾ ഒരുമിച്ചായിരിക്കും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രാത്രി കിടക്കാൻ നേരത്തെ എപ്പോഴെങ്കിലും അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ഇനി നമ്മൾ കുറച്ചു നാൾ കഴിയുമ്പോ പഠിത്തത്തിന്റെ ആവശ്യമായിട്ടോ ജോലിയൊക്കെ ആവശ്യമായിട്ടോ? അങ്ങനെ ചിന്തിക്കുമ്പോ എന്തോ ഒരു എക്സൈറ്റ്മെന്റ് കാര്യം. ഇത്ര നാൾ ഒരുമിച്ചല്ലേ, ഇനിയും പോകുമ്പോ എങ്ങനെയായിരിക്കും അറിയാൻ. കളർഫുൾ ആയിരിക്കോ? എക്സൈറ്റ്മെന്റ് ആന്നൊക്കെ പിരിയാനല്ല. എങ്ങനെയായിരിക്കും? ഇമോഷൻസ് ഒക്കെ ഏറ്റവും കൂടുതൽ ആർക്കാ? കരയുന്ന മാത്രല്ല, അല്ല കരയുന്നല്ല ഉദ്ദേശിക്കുന്നത്. എല്ലാ കൂടുതല് ദേഷ്യമാണെങ്കിൽ ദേഷ്യം കൂടുതൽ ഇവന്, വിഷമാണ് വിഷമം കൂടുതൽ ഇവന്, വാശിയോ? എല്ലാ ഇമോഷൻസും നിങ്ങൾ എവിനാണ് ഏറ്റവും കൂടുതൽ അല്ലേ? എവനെയും കെവിനെയും അറിയാത്ത മഴവിൽ മനോരമ പ്രേക്ഷകർ ഉണ്ടോ?
എന്നൊന്ന് ചോദിക്കേണ്ടി വരും. കാരണം ബമ്പർ ചിരിയിൽ ഏറ്റവും അധികം ചിരിപ്പിച്ച, കുടുംബത്തെ പോലും റോള് ചിരിപ്പിച്ച രണ്ട് കുട്ടി താരങ്ങളാണ് എബിനും കെവിനും. ഇരട്ടകളാണ് എബിനും കെവിനും. ഇരുവരും തങ്ങൾ ചെയ്യുന്ന കാര്യത്തിലെല്ലാം ഇഷ്ടത്തോടെ ചെയ്യുന്ന രണ്ട് കുട്ടികളാണ്. രാത്രിയും പകലുമില്ലാതെ ഇണ പിരിയാത്ത സഹോദരങ്ങളാണെങ്കിൽ പോലും ഇരുവരുടെയും സ്വഭാവത്തിൽ രണ്ടും രണ്ട് തലമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരാൾ കുറച്ച് സ്ട്രിക്റ്റ് ആണെങ്കിൽ ഒരാൾ കുറച്ച് നിഷ്കളങ്കരാണ്. ഇച്ചിരി വാശിക്കാരനാണ് ഒരാളെങ്കിൽ മറ്റേ ആൾ ഇത്തിരി പാവമാണ്. ഇപ്പോൾ ഈ ഇന്റർവ്യൂവിലും രസകരമായ മറുപടികൾ കൊണ്ട് അവതാരകയെ പോലും ചിരിപ്പിക്കുകയാണ്. ഈ ബമ്പർ ചിരിയിൽ എത്തുമ്പോൾ സ്വന്തം വീട്ടുകാരാണെന്ന് നോക്കാതെയാണ് ഇവർ ഓരോ കൗണ്ടറുകൾ അടിക്കുന്നത്. എന്നാൽ ഇവർ പിരിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും, പിരിയുമ്പോൾ സങ്കടമായിരിക്കുമോ എന്നൊക്കെയാണ് അവതാരക ചോദിക്കുന്നത്. തങ്ങൾ ഇപ്പോൾ ഒന്നിച്ചുള്ളപ്പോൾ കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും രാത്രിയും പകലും ഉണ്ട്. അങ്ങനെ പിരിഞ്ഞു നിൽക്കേണ്ട സിറ്റുവേഷൻസ് ഒന്നും വന്നിട്ടില്ല. ഇവർക്ക് രണ്ട് ചേച്ചിമാർ കൂടിയുണ്ട്. രണ്ട് ചേച്ചിമാരുടെ പൊന്നാങ്ങളമാരാണ് ഈ എബിനും കെവിനും. എല്ലാ ആഗ്രഹങ്ങളും എല്ലാ ഇഷ്ടങ്ങൾക്കും കൂട്ടുനിൽക്കുന്നത് ചേച്ചിമാരാണെന്നാണ് ഈ കുട്ടിത്താരങ്ങൾ പറയുന്നത്. അങ്ങനെ പിരിയേണ്ട സന്ദർഭങ്ങളൊന്നും തങ്ങൾക്ക് വന്നിട്ടില്ല. എന്നാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ അതൊരു എക്സൈറ്റ്മെന്റ് ആണ് തങ്ങൾക്കെന്നാണ് ഇവർ പറയുന്നത്. എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് എടുക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡും ഈ കുട്ടികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ പിരിയേണ്ടി വന്നാൽ അപ്പോൾ നമുക്ക് വേറെ കൂട്ടുകാർ വരും, കൂട്ടുകെട്ടുകൾ വരും, പിന്നെ നമ്മുടെ ലൈഫ് വേറെ ആകും. അങ്ങനെ ഒരു സങ്കടമില്ലാതെയാണ് ഇവർ സംസാരിക്കുന്നതും. അത് കേൾക്കുമ്പോൾ കേൾക്കുന്നവർക്ക് കൂടി ആ ഒരു പിരിയുന്ന ദുഃഖം ഇവർക്ക് ഉണ്ടാവില്ല, അല്ലെങ്കിൽ കാണുന്നവർക്ക് പോലും ആ ദുഃഖം ഇല്ലാതാക്കുന്ന രീതിയിലാണ്, വളരെ പക്വതയോടുകൂടിയാണ് ഈ കുട്ടികളുടെ പെരുമാറ്റം.